ഞാൻ എന്ത് പറഞ്ഞാൽ നടക്കണ്ടേ? ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ പേര് കെസിയ. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ റീൽസും പിന്നെ യൂട്യൂബിൽ ആ സെയിം റീൽ തന്നെ ഞാൻ ഷോർട്സൊക്കെ ആയിട്ട് ഇടാറുണ്ട്. മോസ്റ്റ്ലി ഞാൻ ട്രാവൽ ചെയ്യുന്നതും ഞാനും എൻ്റെ കെട്ടിയവരും, ഞാൻ മാത്രമല്ല ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതും ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നതുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ഇടാറുള്ളൂ, ഞങ്ങളുടെ മെമ്മറീസിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളവർക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവർക്കും പോകാമല്ലോ എന്നുള്ള രീതിയിലാണ് ഇടുന്നത്. അപ്പം തോന്നി എന്തുകൊണ്ട് വ്ളോഗിങ്ങും സ്റ്റാർട്ട് ചെയ്തുകൂടാന്ന്. അപ്പം ഇന്ന് എന്തായാലും ഇവിടെ ഒരു അവധി ദിവസമാണ്, ഇന്ന് സിവിക് ഹോളിഡേ ആണ്. അപ്പം സമയമുണ്ട്, എന്നാൽ പിന്നെ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞാൻ എന്നെപ്പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അപ്പം എന്നെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ കോട്ടയത്തു നിന്നാണ്. അപ്പം കോട്ടയത്താണ് ഞാൻ പഠിച്ചു വളർന്നത് മൊത്തം. പിന്നെ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലി ചെയ്യാനായിട്ട് ഒരു 4 കൊല്ലം, ഏകദേശം ഒരു 5 കൊല്ലത്തേക്കും ബാംഗ്ലൂരായിരുന്നു. ഞാൻ ബാംഗ്ലൂർ MBA ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ അവിടെ ഒരു ബാങ്കിൽ തന്നെ, അവിടുത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അതിൻ്റെ കല്യാണമൊക്കെ അതിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പം കല്യാണം കഴിച്ചത് ഞാൻ ഒരു മെർച്ചൻ്റ് നേവി ഓഫീസറിനെയാണ് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടൊക്കെ കെട്ടിയതാണ്. അപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇങ്ങനെ വർക്കൗട്ട് ആവത്തില്ലെന്ന് മനസ്സിലായത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് എന്തുകൊണ്ട് നാട്ടിൽ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കാനഡയ്ക്ക് വന്നത്. ലാസ്റ്റ് ഇയർ ജനുവരിയിലാണ് ഞാനിവിടെ എത്തിയത്. അപ്പം പുള്ളി സ്പൗസ് വിസയിൽ കഴിഞ്ഞ ജൂണിൽ ഇവിടെ എത്തി. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ ഓരോരോ വീഡിയോയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഒക്കെ പറയാം. അപ്പോൾ ഇന്നിവിടെ ഒരു ഹോളിഡേ ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു സിവിക് ഹോളിഡേ ആണ്. ഇപ്പോൾ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ലോൺ വെട്ടുക. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും തന്നെ ലോണുണ്ട്. ലോൺ ഇല്ലാത്തൊരു വീടുമില്ല. ലോൺ എയർ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്സിജൻ ലെവലിനെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവലിനെയൊക്കെ ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, ലോൺ ഒത്തിരി അധികം വാട്ടർ, മഴ പെയ്യുന്നതും അങ്ങനെയുള്ള പിന്നെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഇത് മൊത്തം പോവും. ബട്ട് സ്റ്റിൽ ലൈക്ക് ആ എൻ്റയർ ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഗ്രൗണ്ട് വാട്ടർ ലെവലിനെ ബാലൻസ് ചെയ്യും. പുല്ല് വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുല്ല് വെട്ടണം. മഞ്ഞാണെങ്കിൽ നമ്മൾ മഞ്ഞ് കയറണം. അപ്പം ഇന്നത്തെ പരിപാടി നമുക്ക് പുല്ല് വെട്ടലാണ്. ഇതാണ് പുല്ല് വെട്ടാനുള്ള മെഷീൻ. അപ്പോൾ ഇതിങ്ങനെ മേടിച്ചു. ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം, ഇത് ഇടാൻ പാടില്ല. എനിക്കറിയാൻ അതാണ്. ഉദ്ദേശിക്കുന്നതല്ല, സാധനം വളരെ നല്ല കഷ്ടപ്പാടാണ്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് ഭയങ്കര സ്ലോപ്പായിട്ട് കിടക്കുന്ന ഒരു സാധനമായതുകൊണ്ട് ഇത് ഇങ്ങനെ മുന്നിക്കൊണ്ട് പോവാൻ ഭയങ്കര പാടാണ്. ഇതെൻ്റെ കെട്ടിയതെ കൊണ്ട് പറ്റത്തുള്ളൂ. രാവിലത്തെ കാർഡിയോ കഴിഞ്ഞ് എന്നെ കൊണ്ട് പറ്റുന്ന പനിയല്ലെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ കൈമാറി എന്നെ കെട്ടിയവന്. പക്ഷെ എന്നാൽ ഇതിന് ബാക്കി കാര്യം കാണിച്ചു തരാം. ഇതിങ്ങനെ വെട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഇങ്ങനെ പുല്ല് വന്ന് നിറയും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പൊക്കിയെടുക്കണം. ഇത് പൊക്കിയെടുക്കുന്നുണ്ട്. ഇതിൽ ഇങ്ങനെ പുല്ല് നിറഞ്ഞിരിക്കാം. ഇതിങ്ങനെ പക്ഷെ ചുമ്മാ തോന്നിയിടത്തൊന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ പേപ്പർ ബാഗ്സ് കിട്ടും. ഈ പേപ്പർ ബാഗിൽ ഇത് നിറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് അവർ വേസ്റ്റ് എടുക്കാൻ, അല്ലെങ്കിൽ ഗാർബേജ് എടുക്കാൻ വരുന്ന കൂടെ അവരിത് എടുത്തോണ്ട് പോകും. ഓപ്പൺ സ്പേസസിൽ വീട് കുറവാണ്. നമ്മളെല്ലാവരും മതിൽ കെട്ടി വെക്കുമല്ലോ. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ മോസ്റ്റ്ലി മതിൽ കുറവാണ്. ചില വീടുകളിൽ മാത്രം ഇവർ ഫെൻസ് ചെയ്ത് വെക്കും. അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പുറത്തുനിന്ന് ആൻറ്റി വരും, ഇപ്പുറത്തുനിന്ന് ഒരു ആൻറ്റി വരും. എല്ലാവരും കൂടെ കുറേ നേരം അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കും. ഇവിടെ ആരും നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. നമ്മൾ നമ്മുടെ പണി ചെയ്തിട്ട് വീട്ടിൽ കയറി പോവുക.